ഇന്നലെ ചേച്ചിയും ചെരനിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ശിലമുള അവരോട് കളിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവരുടെ മീൻ വാങ്ങിക്കാൻ പോയി. കൂട്ടത്തിൽ എന്നെയും കൂട്ടി. അതിന് മെയിൻ റീസൺ എപ്പോഴും മീൻ വാങ്ങിക്കുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് കുറ്റം പറയും കേട്ടോ. അപ്പോൾ കുറ്റം കേൾക്കാണ്ടിരിക്കാൻ എന്നെ കൊണ്ടുപോയത് ഒരുപാട് നല്ല മീനുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയത്. ഭയങ്കര റേറ്റുമാണ്. കൊണ്ടുവന്നോടെ തന്നെ മീൻ വേഗം കഴുകി വൃത്തിയാക്കി നമ്മുടെ മീൻ പൊരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ മസാലയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് അയിലയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കറിക്കുള്ള അയിലയും മാറ്റി വെച്ച് മീനും മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അമ്മ അവിയലിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. പിന്നെ മീൻ നമ്മുടെ തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. തേങ്ങയെല്ലാം അരപ്പൊക്കെ തിളക്കുമ്പോൾ ഒരു മീനൊക്കെ എടുത്ത് വാരി വിതറി ഇട്ടു കേട്ടോ. പിന്നെ അപ്പോഴേക്കും അമ്മേൻ്റെ അവിലായി. അതിനുശേഷം നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വെച്ചപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഇനി മീൻ പൊരിച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂട് ചോറും മീൻ പൊരിച്ചും മീൻ കറിയും പിന്നെ അവിയലും പിന്നെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. ഉച്ചയ്ക്ക് സാമ്പാറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് സാമ്പാർ വേണ്ടായിരുന്നു. വേണ്ടെന്നവർക്ക് സാമ്പാർ കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മദർ ലോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഞാനും അമ്മയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. മീൻ കൊണ്ടുവന്ന മീൻ അമ്മ വെക്കണമെന്ന് ഞാനും, ഞാൻ വെക്കണമെന്ന് അമ്മയും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ വേണ്ടി പറയും. അതിന് മെയിൻ റീസൺ എനിക്ക് അമ്മ മീൻ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ വെക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഇതാണ് രണ്ടും. പിന്നെ നോൺ വെജ് വന്നാൽ ഞാൻ അമ്മനെ ആക്കണത് വേഗം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. പക്ഷെ എന്തുണ്ടാക്കിയും കുറ്റം പറയാത്ത ഒരു അമ്മയെ കിട്ടിയത് ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ എന്തിട്ട് ഒരു പുളിയും വെള്ളം ആക്കി കൊടുത്താൽ അമ്മ സൂപ്പർ എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ കൈ കൊണ്ട് തിന്നാണെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഇന്നലത്തെ കറി ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബൈ.